നമസ്കാരം. നമ്മൾ മലയാളികൾ രാഷ്ട്രീയത്തിൽ പലതും കണ്ടു ശീലിച്ചവരാണ്. അടിയൊഴുക്കുകളും പാരവെപ്പുകളും മുന്നണി മാറ്റങ്ങളും ഒക്കെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ പണ്ട് മുതലേ ഉള്ള ഒന്നാണ്. പക്ഷേ അധികാരം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇത്രയും തരം താണ അല്ലെങ്കിൽ ഇത്രയും വർഗീയമായ ഒരു കളി കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും കളിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതും നവോത്ഥാനത്തെക്കുറിച്ചും പ്രബുദ്ധതയെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല, നമ്മുടെ വടകരയെയും ഒപ്പം കേരള രാഷ്ട്രീയത്തെയും ഒന്നടങ്കം പിടിച്ചുലച്ച ആ കുപ്രസിദ്ധമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിനെ കുറിച്ചാണ്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം വടകര മണ്ഡലത്തിൽ കെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിൽ കട്ടയ്ക്ക് പോരാട്ടം നടക്കുന്ന സമയം. വോട്ടെടുപ്പിന് വെറും 1-2 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വടകരയിലെ വോട്ടർമാരെ മതപരമായി ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഷാഫി 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണെന്നും എതിർ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർ കാഫിറാണെന്നും അതിനാൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുക, ഇതാണ് ആ പോസ്റ്റിന്റെ ഉള്ളടക്കം. അന്ന് ഇത് പുറത്തു വന്നയുടൻ LDF നേതാക്കളും അവരുടെ സൈബർ പോരാളികളും പറഞ്ഞു, UDF വടകരയിൽ വർഗീയത കളിക്കുന്നു, ഷാഫി പറമ്പിലിന്റെ ആളുകളാണ് ഇത് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അവർ അലറി വിളിക്കുകയായിരുന്നു. മാധ്യമ ചർച്ചകളിൽ വന്നിരുന്ന് UDFനെ പ്രതിക്കൂട്ടിലാക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. ഇടതുപക്ഷ നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കണ്ണീരൊഴുക്കി. പക്ഷേ സത്യം എപ്പോഴും ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും അസത്യം ലോകം ചുറ്റിവരും എന്ന് പറയുന്നത് പോലെയായിരുന്നു അന്ന് കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? വടകരയിൽ ജനങ്ങൾ UDFനെ നെഞ്ചോട് ചേർത്തു. ഷാഫി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതിനുശേഷം ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം LDFനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഇതാ ഇപ്പോൾ ആ കേസിലെ യഥാർത്ഥ കള്ളന്മാർ ആരൊക്കെയാണെന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്ന നിർണായകമായ ഒരു നീക്കം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. LDFന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. തുടക്കത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ എന്താണ് ചെയ്തത്? UDFന്റെ തലയിൽ ഇത് എങ്ങനെയെങ്കിലും കെട്ടിവെക്കണം. അതിനായി മുഹമ്മദ് കാസിം എന്ന MSF പ്രവർത്തകനെ അങ്ങ് പ്രതിയാക്കി. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടയാടി. അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചു വെച്ചു. അദ്ദേഹത്തെ മാനസികമായി തകർക്കാൻ നോക്കി. ആ ചെറുപ്പക്കാരൻ നീതിക്കു വേണ്ടി കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ആ കേസ് അന്വേഷിച്ച പിണറായി വിജയന്റെ പോലീസ് തന്നെ ഒടുവിൽ ഹൈക്കോടതിയിൽ തലകുനിച്ചു നിന്ന് പറയേണ്ടി വന്നു, ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് UDFകാരല്ല, ഇതിന്റെ ഒറിജിനൽ ഉറവിടം ഇടതുപക്ഷത്തിന്റെ സ്വന്തം സൈബർ ഗ്രൂപ്പുകളാണ് എന്ന്. പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് റെഡ് എൻകൗണ്ടർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തത്. പോരാത്തതിന് പോരാളി ഷാജി എന്ന പേജിന്റെ അഡ്മിൻ വഹാബ്, അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ മനീഷ് തുടങ്ങിയ CPMന്റെ ഒഫീഷ്യൽ സൈബർ കൊട്ടേഷൻ പേജുകളിലാണ് ഇത് വൻതോതിൽ കൊണ്ടാടിയത്. അമ്പാടിമുക്ക് സഖാക്കളുടെ അഡ്മിൻ മനീഷ് പോലീസിനോട് പറഞ്ഞത് അവന് റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഇത് കിട്ടിയതെന്നാണ്. ചുരുക്കം പറഞ്ഞാൽ കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു. വോട്ടർമാരെ മതപരമായി ഭിന്നിപ്പിച്ച് വോട്ട് തട്ടാൻ സ്വന്തം സൈബർ മുറിയിൽ ഇരുന്ന് വ്യാജമായി ഒരു വർഗീയ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അത് UDFന്റെ തലയിൽ കെട്ടിവെക്കുക. എത്ര വൃത്തികെട്ട രാഷ്ട്രീയമാണിത്! സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി സ്വന്തം നേതാവിനെ തന്നെ കാഫിർ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ മടിക്കാത്തവരാണ് ഈ സൈബർ സഖാക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്വന്തം പാർട്ടിയിലെ മുതിർന്ന ഒരു വനിതാ നേതാവിനെ പോലും ഇവർ ചതിക്കുകയായിരുന്നു. പക്ഷേ അന്ന് പിണറായി വിജയന്റെ പോലീസ് എന്താണ് ചെയ്തത്? പ്രതികൾ സ്വന്തം പാർട്ടിക്കാരാണെന്ന് കണ്ടപ്പോൾ കളി അങ്ങ് മാറ്റി. റിബേഷിന്റെയും മനീഷിന്റെയും ഫോണുകൾ വാങ്ങി കൃത്യമായ ഫോറൻസിക് പരിശോധന നടത്താൻ കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും പോലീസ് അത് കൃത്യമായി ചെയ്തില്ല. പകരം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വടകര കോടതിയിൽ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വിചിത്രമായ ഒരു റിപ്പോർട്ട് നൽകി കേസങ്ങ് പൂഴ്ത്താൻ ശ്രമിച്ചു. സ്വന്തം അണികളെയും നേതാക്കളെയും സംരക്ഷിക്കാൻ വേണ്ടി
നിയമവ്യവസ്ഥയെയും കോടതിയെയും പോലീസിനെ തന്നെയും അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. മുഹമ്മദ് കാസിമിന്റെ ഫോൺ ഇപ്പോഴും പോലീസ് വിട്ടുകൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് പാസ്പോർട്ട് പുതുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ. പക്ഷേ കാലം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ച ഭരണമാറ്റം ഉണ്ടായി. UDF സർക്കാർ അധികാരത്തിൽ വന്നു. നമ്മുടെ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേറ്റതിന് പിന്നാലെ LDFന്റെ ഉറക്കം കെടുത്തുന്ന ആ വാർത്ത വന്നിരിക്കുകയാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് വീണ്ടും പുനരന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. മുൻ MAA പാറയ്ക്കൽ അബ്ദുള്ള നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കേസ് ആമൂലാഗ്രം ഉഴുതു മറിക്കാനാണ് പുതിയ സർക്കാരിന്റെ തീരുമാനം. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ ഫോണുകൾ കൃത്യമായി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് UDFന്റെ ആവശ്യം. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജുമായി ബന്ധപ്പെട്ട മനീഷ്, സജീവ് എന്നിവരുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും വലിയ അന്വേഷണം നടക്കാൻ പോവുകയാണ്. ആലപ്പുഴയിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പിണറായി വിജയന്റെ പഴയ 5 സുരക്ഷാ ജീവനക്കാരെ പൊക്കാൻ പുനരന്വേഷണം പ്രഖ്യാപിച്ചതുപോലെ ഇതും LDFന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും എന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ പോലീസ് മെറ്റ കമ്പനിയെ, അതായത് ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും മാതൃസ്ഥാപനത്തെ 3-ാം പ്രതിയാക്കി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറായ അശ്വിൻ മധുസൂദനെ സമൻസ് അയച്ച് വടകര മജിസ്ട്രേറ്റ് കോടതി നേരിട്ട് വിളിച്ചു വരുത്താൻ പോവുകയാണ്. അതോടെ ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഏത് IP അഡ്രസ്സിൽ നിന്നാണ്, ഏത് മൊബൈലിലാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് എന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവരും. റിബേഷ് രാമകൃഷ്ണനും പോരാളി ഷാജിയുടെ അഡ്മിൻ വഹാബും അമ്പാടിമുക്ക് സഖാക്കളുടെ അഡ്മിൻ മനീഷുമൊക്കെ ഇനി യഥാർത്ഥ ലോകകപ്പിൽ കിടന്ന് വിയർക്കേണ്ടി വരും. ഹൈക്കോടതി വിധി പോലും തള്ളിക്കളഞ്ഞ് അന്ന് കേസ് ഒതുക്കി തീർക്കാൻ നോക്കിയ ആ പോലീസ് ഉദ്യോഗസ്ഥരും ഇതോടുകൂടി വലിയ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടം മാറുമ്പോൾ നിയമം അതിന്റെ വഴിക്ക് കൃത്യമായി സഞ്ചരിക്കും. ഈ കേസ് വടകരയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. വടകരയിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ അവർ നോക്കിയ ഈ തരംതാണ കളി പിന്നീട് നടന്ന പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരെ ജനങ്ങൾ ചർച്ച ചെയ്തതാണ്. ഓരോ തവണയും വോട്ടർമാർ LDFന്റെ ഈ വർഗീയ നാടകത്തിന് ബാലറ്റിലൂടെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി ഒരു നാടിനെ വർഗീയമായി ചേരിതിരിക്കാൻ നോക്കിയവർക്കുള്ള തിരിച്ചടിയാണ് തുടർച്ചയായ ഈ തെരഞ്ഞെടുപ്പ് തോൽവികൾ. അതേപോലെ തന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് വലിയ വിവാദമായ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയും ഇപ്പോൾ വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ്. 2024 തന്റെ റിട്ടയർമെന്റ് വേദിയിൽ വെച്ച് CPM നേതാവ് PP ദിവ്യ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് നടത്തിയ വ്യാജ കൈക്കൂലി ആരോപണങ്ങളെയും അധിക്ഷേപങ്ങളെയും തുടർന്നാണ് ആ പ്രത്യാശയുള്ള ഉദ്യോഗസ്ഥൻ ജീവൻ ഒടുക്കിയത്. അന്ന് CPM വലിയ രീതിയിൽ ഈ കേസ് തേച്ചു മായ്ക്കാൻ ശ്രമിക്കുകയും PP ദിവ്യയെ വെറും 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറക്കി സംരക്ഷിക്കുകയും ചെയ്തു. നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോഴും CBI അന്വേഷണത്തിനായി പോരാടുകയാണ്. ഇപ്പോൾ പഴകുളം മധു ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പുതിയ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഇതുകൂടി വരുന്നതോടെ അന്നത്തെ പല ഉന്നതരുടെയും മുഖം മൂടികൾ അഴിയും. ഇതിനു പുറമെ കഴിഞ്ഞ ഭരണകാലത്ത് ദേശീയ തലത്തിൽ വരെ ചർച്ചയായ സ്വർണ്ണക്കൊള്ള കേസും അഴിമതികളും പുതിയ സർക്കാർ പുറത്തു കൊണ്ടുവരികയാണ്. CPMന്റെ വലിയ തോൽവിക്ക് കാരണമായ ഈ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ അവർ പല അടവുകളും പയറ്റിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയ ഫോട്ടോ കാണിച്ച് പിണറായി വിജയൻ തെറ്റുകാരനല്ലെന്നും സോണിയാഗാന്ധിയാണ് ഇതിന് പിന്നിലെന്നും വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചു. VN വാസവനും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള മുൻ മന്ത്രിമാർക്ക് ഇതിന്റെ പിന്നിലെ സത്യങ്ങൾ അറിയാമായിരുന്നിട്ടും അവർ അത് മൂടിവെച്ചു. അഴിമതിയുടെ കഥകൾ അവിടെയും തീരുന്നില്ല. മുൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ മലങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 112 കോടി രൂപയുടെ വൻ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിൽ അന്വേഷണവുമായി എല്ലാവിധത്തിലും സഹകരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നടന്ന മുട്ടിൽ മരമുറി കേസ് അടക്കമുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ ഓരോന്നായി വെളിച്ചത്ത് വരികയാണ്. പുതിയ സർക്കാർ വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും വലിയ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തായെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനിയും എത്രയെത്ര അഴിമതി കഥകളും അട്ടിമറികളുമാണ് പുറത്തു വരാൻ കിടക്കുന്നത്. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്നും ആരെയും തല്ലി ഒതുക്കാമെന്നും കരുതിയ ഉദ്യോഗസ്ഥർക്കും നേതാക്കൾക്കും ഇനി നിയമത്തിന്റെ മുൻപിൽ വിചാരണ നേരിടേണ്ടി വരും. നിരപരാധികളുടെ ജീവിതം വെച്ച് കളിച്ച ആ യഥാർത്ഥ സൂത്രധാരന്മാർ എത്ര ഉന്നതരായാലും അവർ കമ്പി എണ്ണുക തന്നെ വേണം. പുതിയ UDF സർക്കാർ അതിന് ഒട്ടും മടിക്കില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷയും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
ഈ പുനരന്വേഷണങ്ങളിലൂടെ കേസ് ഡയറി തിരുത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലെ യഥാർത്ഥ CPM ബുദ്ധികേന്ദ്രങ്ങളും അഴിമതിക്കാരും പൂർണ്ണമായും പുറത്തുവരുമോ? അതോ അവരെ രക്ഷിക്കാൻ ഇനിയും എന്തെങ്കിലും അടവുകൾ ഉണ്ടാക്കുമോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.